ഇവിടെ UDF ആണെങ്കിലും BJP ആണെങ്കിലും ഇവർ തെരഞ്ഞെടുപ്പിന് പല പല പ്രകടന പത്രികകൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇവർ പ്രകടന പത്രിക ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രം, തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് മാത്രം മുന്നിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ള നിലയിലേക്കാണ് ഇവർ പറയുന്നത്. ഞാൻ എൻ്റെ വീടിനകത്ത് ഒരു പബ്ലിക് ഹെൽത്ത് സെൻ്റർ ഉണ്ട്. ഈ 10 വർഷക്കാലയളവിൽ നമ്മുടെ LDF ഭരണം വന്നതിന് ശേഷം വരുന്നതിന് മുന്നേ ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിരുന്നാൽ 10 മണിക്ക് ചെന്നാൽ ഡോക്ടർ വരുന്നത് 11 മണിയാകുമ്പോഴത്തേക്കാണ്. ചെന്നാൽ ഒരു തുണ്ട് മാത്രമാണ് എഴുതി തരുന്നത്. ആ തുണ്ടിനെ മരുന്നാക്കി മാറ്റിയത് LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ആ തുണ്ടിനെ നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ ആ തുണ്ടിനെ മരുന്നാക്കി മാറ്റിയത് LDF ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ സാധാരണക്കാരുടെ ജനങ്ങളാണ്, അവരുടെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ബാക്കി കാര്യങ്ങൾ വിട്. അതുപോലെ തന്നെ നമ്മുടെ റേഷൻ പീടികയിൽ മുൻപ് റേഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്ക് കൊടുക്കുന്ന ആഹാരമായിരുന്നു. എന്നാൽ ഇന്ന് ആ റേഷൻ വാങ്ങിച്ചാൽ ആരെങ്കിലും കോഴിക്ക് കൊടുക്കാറുണ്ടോ? ഞാൻ കൊടുക്കാറില്ല, നമ്മളവിടെയും കൊടുക്കാറില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, എത്ര ലക്ഷം ആൾക്കാരാണ് ഈ സ്കൂൾ. അതുകൊണ്ട് തന്നെ ഈ വികസനങ്ങളെല്ലാം വന്നത് ഈ 10 വർഷ കാലയളവിൽ LDFിൻ്റെ ഭരണത്തിന് ശേഷം വന്ന മാറ്റങ്ങളാണ്, നമ്മുടെ നാടിനകത്ത് വന്ന മാറ്റങ്ങൾ. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, തുടർന്നും കൊല്ലം കോർപ്പറേഷൻ രൂപീകരണ വേളയിൽ മുതൽ ഇന്ന് വരെ LDF ആണ് ഭരിച്ചിരുന്നതെങ്കിൽ തുടർന്നും LDF തന്നെ ഭരിച്ചിരിക്കും.